ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. വൃശ്ചികമാസം തുടങ്ങിയതോടെ മണ്ഡലകാല ആരംഭമായി. കേരളത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശബരിമലയിൽ ഈ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന കാലഘട്ടം കൂടിയാണ് ഈ മണ്ഡലകാലം. മാസത്തിൽ 5 തവണ മാത്രം പൂജയുള്ള, എല്ലാ മാസത്തിലും 5 തവണ മാത്രം പൂജയുള്ള ശബരിമലയിൽ വൃശ്ചികമാസം 1-ാം തീയതി മുതൽ മകരമാസത്തിലെ മകരവിളക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 ദിവസം കൂടി തീരുന്നതോടെ, അതായത് മകരമാസം 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നട തുറന്ന് ഭഗവാനെ കണ്ട് സായുജ്യം അടയുവാനുള്ള അവസരമാണ് ഈ മണ്ഡലകാലം എന്നറിയപ്പെടുന്നത്. മണ്ഡലകാലത്തിന് അതിൻ്റെതായ സവിശേഷതകൾ കൂടിയുണ്ട്. മണ്ഡലകാലം തുടങ്ങിയാൽ മാലയിട്ട് വ്രതമെടുത്തിട്ടാണ് ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ഭഗവാന്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്നത്. വ്രതകാലം എന്ന് പറയുമ്പോൾ 41 ദിവസം തന്നെ എടുക്കുന്നതിന് കാരണം അവിടെ അത്രത്തോളം കഠിനമായിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളൊക്കെയും തന്നെ മാറ്റിയിട്ട് അവിടെ മാലയിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളും അയ്യപ്പനാണ് എന്നുള്ള ആ തത്വമസി എന്നുള്ള ആ വേദവാക്യം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നാം എല്ലാവരും വ്രതമെടുത്ത് തന്നെ ഭഗവാനെ കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അപ്പൊ ഇന്ന് ഈ വ്രതമെടുക്കുന്നവർ, അല്ലെങ്കിൽ ആ മാലയിട്ട് അയ്യനെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അയ്യപ്പൻ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. സങ്കടമോചകനാണ് ഭഗവാൻ അയ്യപ്പസ്വാമി. മാലയിട്ട് വ്രതമെടുത്ത് തുടങ്ങുന്ന കാലം മുതൽ ആ മാലയിട്ടിരിക്കുന്നവരൊക്കെയും തന്നെ അയ്യപ്പസ്വാമിയാണ്. അത് കന്നിമല കയറുന്ന ഒരാളാണെങ്കിലും, അതല്ല ഇനി ഗുരുസ്വാമി ആയിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരേ തരത്തിലുള്ള വ്രതനിഷ്ഠകളാണ് ഈ ശബരിമല വ്രതാനുഷ്ഠാനത്തിൽ എടുക്കേണ്ടത്. 41 ദിവസത്തെ വ്രതശുദ്ധിയോടെ വേണം ശബരിമല ദർശനം നടത്തുവാൻ. വൃശ്ചികം 3 മുതൽ ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്വാമി അയ്യപ്പനെ കാണുവാനായിട്ട് ഭക്തജനങ്ങൾ 18-ാം പടി ചവിട്ടി കയറുന്നുണ്ട്. മണ്ഡലകാല വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ചിലരുടെയൊക്കെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് പ്രധാനമായി മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം. മണ്ഡലകാല വ്രതാനുഷ്ഠാനം പലപ്പോഴും ഒരു അനുകരണം മാത്രമാകുകയാണ്. എങ്ങനെയാണ് ശാസ്ത്രീയമായ ഒരു വ്രതാനുഷ്ഠാനം നടത്തേണ്ടതെന്ന് പലരിലും ഇന്നും സംശയമാണ്. തുലാമാസത്തിലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് വൃശ്ചികം ആദ്യം തന്നെ അയ്യപ്പനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാലയിട്ട് 41 ദിവസത്തെ ചിട്ടയായ വ്രതമാണ് അതിന് വേണ്ടത്. ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുക തന്നെ വേണം. വ്രതനിഷ്ഠകളെക്കുറിച്ച് യോഗശാസ്ത്രം വ്യക്തമായി പറയുന്നുണ്ട്. വ്രതനിഷ്ഠയിൽ പ്രധാനം ബ്രഹ്മചര്യമാണ്. സ്മരണം, കീർത്തനം, കേളി, പ്രേഷണം, ഗുഹ്യഭാഷണം എന്ന് തുടങ്ങുന്ന ശ്ലോകം അനുസരിച്ചിട്ട് സ്ത്രീ പുരുഷ സംഗമം മാത്രമല്ല, ഓർമ്മ, കീർത്തിക്കല്, സംസാരം എന്നിങ്ങനെ 8 കാര്യങ്ങളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. പലരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് അഷ്ടാംഗത്തിൽ 8-ാമത്തേതായ സ്ത്രീ പുരുഷ സംഗമം മാത്രം വർജിച്ചാൽ മതി എന്നാണ്. 8-ാമത്തേത് മാത്രമല്ല, അതിനു മുന്നേ തന്നെ യോഗശാസ്ത്രം പറയുന്ന 7 കാര്യങ്ങൾ നിർബന്ധമായും വർജിക്കുക തന്നെ വേണം. ശബരിമല പുണ്യഭൂമിയാണ്. പവിത്രമായ 18-ാം പടിയിൽ പാദസ്പർശം നടത്തുവാൻ ബ്രഹ്മചര്യം നിർബന്ധമാണ്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഭക്തർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്. അയ്യപ്പ ഭക്തർ അദ്വൈതാനുഭൂതി ലഭിച്ചവരെ പോലെയാണ്. എല്ലാത്തിലും ഈശ്വര ചൈതന്യം ദർശിക്കുന്നുണ്ടവർ. യഥാർത്ഥമായ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനും യോഗശാസ്ത്രം പറയുന്ന ബ്രഹ്മചര്യാനിഷ്ഠ കർശനമായി പാലിക്കേണ്ടതുണ്ട്. സത്യം, ബ്രഹ്മചര്യം, ആസ്തേയം, അപരിഗ്രഹം, അഹിംസ എന്നിവയും കൃത്യമായി പാലിച്ചു വേണം ശബരിമല ദർശനം നടത്തുവാൻ. ചാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. തത്വം അസി, അത് നീ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. വിശദീകരിച്ചാൽ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ എല്ലാം അന്തര്യാമമായി സ്ഥിതി ചെയ്യുന്നത് എന്താണോ അത് നീ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തന്മാരെ അയ്യപ്പന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വ്രതാനുഷ്ഠാനങ്ങൾ ജീവിതചര്യയായി മാറ്റാനുള്ള ചുവടുവെപ്പായി ശബരിമല വ്രതാനുഷ്ഠാന കാലത്തെ കാണുകയും വേണം. മാലയിട്ട് കഴിഞ്ഞാൽ അത് ഊരുന്നത് വരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുവാൻ പാടില്ല. മാംസഭക്ഷണം കഴിക്കുവാൻ പാടില്ല.
പഴയ ഭക്ഷണ പദാർത്ഥം കഴിക്കുവാൻ പാടില്ല, കോപിക്കുവാൻ പാടില്ല, കള്ളം പറയരുത്, ഹിംസിക്കരുത്, ശവസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കരുത്, ആരെയും പരിഹസിക്കുവാൻ പാടില്ല, ശിഷ്യനല്ലാത്തവനെ ശാസിക്കുകയും ചെയ്യരുത്, പകൽ സമയങ്ങളിൽ ഉറങ്ങുവാനും പാടില്ല. ഇതൊക്കെ വ്രതമെടുക്കുന്ന മാലയിട്ട അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിട്ടുള്ള വ്രതാനുഷ്ഠാനമാണെങ്കിൽ ഈ മാല ഇടുന്ന ആ വ്രതാനുഷ്ഠാന വേളയിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ വീട്ടിലുള്ളവർക്കും ഉണ്ട്. അതൊന്ന് ചുരുക്കി പറയുമ്പോൾ, മണ്ഡലകാലത്ത് വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട് എങ്കിൽ അവരെ പോലെ തന്നെ ആ വീട്ടിലുള്ളവരും പരിശുദ്ധി പാലിക്കേണ്ടതാണ്. രാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഫോട്ടോയുടെയോ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് വന്ദിച്ച് ദിനചര്യങ്ങൾ ആരംഭിക്കുക തന്നെ വേണം. ശുദ്ധമായി വേണം ഭക്ഷണം പാകം ചെയ്യുവാൻ. തലേനാളത്തെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം. മത്സ്യമാംസാദികൾ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്, അത് കഴിക്കുകയും ചെയ്യരുത്. മദ്യപാന ശീലമുള്ളവരുണ്ട് എങ്കിൽ അത് ആ ദിവസങ്ങളിൽ വീട്ടിൽ ഒഴിവാക്കണം. വ്രതമനുഷ്ഠിക്കുന്നവരെ പോലെ വീട്ടിലുള്ളവരും ഒരിക്കലുണ്ടെന്നതാണ് നല്ലത്. സാധിക്കുമെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം രാത്രി ഊണ് ഒഴിവാക്കി മറ്റെന്തെങ്കിലും കഴിക്കുന്ന ശീലമാണ് അഭികാമ്യം. സർവചരാചരങ്ങളിലും ദൈവചൈതന്യം സങ്കല്പിച്ച് പെരുമാറുക തന്നെ വേണം. വാക്കുകളെ കൊണ്ട് ആരെയും വിഷമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഷ്ടചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കാതിരിക്കണം. കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. സന്ധ്യയ്ക്ക് മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ച് ഭജന, നാമജപം എന്നിവയൊക്കെ വീട്ടിൽ നടത്തുവാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ക്ഷൗരം ചെയ്യാതെ ഇരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ മാലയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അയ്യപ്പനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കറുപ്പ് വസ്ത്രം ധരിച്ചതാണ് എല്ലാവരും നടക്കുന്നത്. കറുപ്പ് വസ്ത്രം എന്നാൽ അവിടെ കറുപ്പ് എന്നാൽ ഒരു ഇരുട്ടാണ്. ആ ഇരുട്ടിനെ അകന്ന് നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് ഈ വ്രതാനുഷ്ഠാന കാലത്ത് കറുപ്പ് ധരിക്കുന്നതിന് കാരണം. അതുപോലെ ശനി എന്ന ഗ്രഹത്തിന്റെ നിറം കറുപ്പായതുകൊണ്ടും ആ കറുപ്പ്, ആ ദോഷം നമ്മളിൽ നിന്നും ഇല്ലാതാകുവാൻ വേണ്ടിയിട്ട് കൂടി, അല്ലെങ്കിൽ ശനിയുടെ ദോഷം അകലുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറുപ്പ് ധരിക്കുന്നത് എന്നുള്ള പല വിശ്വാസങ്ങളും നാട്ടിൽ നിലവിലുണ്ട്. പിന്നെ കഴിവതും ചെരുപ്പ് ധരിക്കാതെ നഗ്നപാതരായിട്ട് നടക്കുന്ന ആൾക്കാരുമുണ്ട്. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള വ്രതചര്യകൾ പാലിക്കപ്പെടുന്ന ഈ മണ്ഡലകാല വേളയിൽ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ വ്രതങ്ങളെല്ലാം തന്നെ വന്നെത്തിപ്പെടുന്നത് നീ തന്നെയാണ് അത് എന്ന് നമുക്ക് എടുത്തു കാണിക്കുന്ന ആ വേദവാക്യത്തിലൂടെയാണ്, തത്വമസിയിലേക്ക്. നമുക്ക് ഏവർക്കും തന്നെ കഠിന വ്രതമെടുത്ത് ഭഗവത് സായുജ്യം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലേക്ക് ഒന്നുചേരാം. ഈ മണ്ഡലകാലത്ത് വ്രതമെടുക്കുന്നവരുടെ ചുറ്റുപാടുമുള്ളവരും പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇവിടെ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.